മദ്യലഹരിയിൽ CI യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. പരിക്കേറ്റ കഴക്കൂട്ടം സ്വദേശി വിനോദ് കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിജിലൻസ് CI അനൂപ് ചന്ദ്രനെതിരെ വിനോദ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും പരാതിയിലുണ്ട്. സിറ്റി ഗ്യാസ് ലൈൻ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് ബ്ലോക്ക് ചെയ്തത് ചോദ്യം ചെയ്തതായിരുന്നു മർദ്ദനമെന്ന് വിനോദ് പറഞ്ഞു. വിനോദ് പറഞ്ഞത് ഒന്ന് കേട്ടുവരാം. പണി തുടങ്ങി ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ കക്ഷി ഒരു കാറിൽ വന്നിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ആരും നിനക്കറിയാം, ഞാൻ കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് ആ കാറിൻ്റെ ഡോറ് തുറന്നത്, ആ ഡോർ തിരിച്ച് അടയ്ക്കാനുള്ള സമയം പോലും കൊടുത്തില്ല. ഡോറ് തുറന്ന് ഇയാൾ പുറത്തിറങ്ങാനോ ഒരു ഇടിയായിരുന്നു. ആ ഒരു ഇടിയിൽ ഞാൻ എന്നെ മതിലിനോട് ചേർത്ത് വെച്ച് അടിക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ തറയിൽ വീഴുക. പിന്നെ എനിക്ക് ബോധം നഷ്ടപ്പെടുന്നവരെ എന്നെ മർദ്ദിച്ചു. ആദ്യമായിട്ട് കാണുന്ന ഒരാളിനെ ഞാൻ ജാതി വിളിച്ച ഏത് ജാതി എന്ന് എനിക്കറിയാൻ പറ്റും. പോലീസിൽ അന്നേരം ഞങ്ങൾ രാത്രി 11 മണിക്ക് സ്കാനിങ് എടുത്തിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ അവിടെ കയറി റിട്ടേണായിട്ട് കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു. എന്നിട്ട് ഇതുവരെയായിട്ടും ഒരു മൊഴിയെടുക്കാനോ വേറെ ഒന്നിനും ഇതുവരെയായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട് എത്തിയിട്ടില്ല. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു ശ്രീധർ, നമ്മളിപ്പോൾ ഈ മർദ്ദന വിവരം പുറത്തുവിടുമ്പോൾ ഈ CI മദ്യലഹരിയിലായിരുന്നു എന്നത് ഉറപ്പാണോ? അരുൺകുമാർ, ഈ മർദ്ദനമേറ്റ വിനോദ് പറയുന്നത് മാത്രമാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അന്വേഷിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് അല്ലെങ്കിൽ വിവരമാണ് കഴക്കൂട്ടം ACP നിയാസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരുടെയും പരാതി അന്വേഷിക്കുമെന്നുള്ളതാണ്. മിനിയാന്ന് രാത്രി 9:30 കൂടിയാണ് ഈ കഴക്കൂട്ടത്ത് വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ വിനോദ് കുമാർ എന്ന് പറയുന്ന മർദ്ദനമേറ്റ വ്യക്തി ഗ്യാസ് ഏജൻസിയുടെ PRO-യാണ്. അതായത് സിറ്റി ഗ്യാസ് ലൈനിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന അതിഥി സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ PRO-യാണ് ഇദ്ദേഹം. ആ റോഡ് ബ്ലോക്ക് ചെയ്ത് ലൈൻ കട്ട് ചെയ്യുന്ന വർക്ക് നടക്കുകയായിരുന്നു. ദിവസങ്ങളോളമായി ഈ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് കുടുംബവുമായി ഈ CI അനൂപ് ചന്ദ്രൻ അവിടേക്ക് എത്തുന്നത്. പക്ഷേ റോഡ് മണിക്കൂറുകൾക്ക് മുമ്പേ ബ്ലോക്ക് ചെയ്തിരുന്നു, ദിവസങ്ങൾക്ക് മുമ്പേ അറിയിപ്പ് നൽകിയിരുന്നു, എല്ലാം ചെയ്തതാണ്. പക്ഷേ ആ ബ്ലോക്ക് ചെയ്തതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ പ്രകോപനമായിട്ടാണ് ഇദ്ദേഹവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. അതിനുശേഷം അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ വിനോദ് കുമാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ നല്ല ഇടിയുടെ പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പൊട്ടലുണ്ട്, അതായത് എല്ലിന് പൊട്ടലുണ്ട് എന്നുള്ളതാണ്. സർജറി നിർദ്ദേശിച്ചു, പക്ഷേ ആ ഭാഗത്തായതിനാൽ സർജറി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതിനു ശേഷം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ വിജിലൻസ് CIയും കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തന്നെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചു, ഒപ്പം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭാര്യയോട് മോശമായി പെരുമാറി എന്നതടക്കമുള്ള വകുപ്പുകളാണ് അല്ലെങ്കിൽ പരാതിയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജാതി എന്താണെന്ന് പോലും കൃത്യമായി തനിക്ക് അറിയില്ല, പിന്നെ എങ്ങനെ ജാതി വിളിച്ച് അധിക്ഷേപിക്കും എന്നുള്ളതാണ് ഈ മർദ്ദനമേറ്റ വിനോദ് കുമാർ പറയുന്നത്. താൻ അങ്ങനെ ഒന്നും ചെയ്തില്ല, നിരവധി പേർ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തൻ്റെ മുഖത്തേക്ക് ഇടിക്കുന്നു. അതിനുശേഷം മതിലിനോട് ചാരി വെച്ച് ക്രൂരമായി ബോധം പോകുന്നതുവരെ മർദ്ദിച്ചു എന്നുള്ളതാണ്. ഇതിനിടയിൽ താൻ കേരള പോലീസിൻ്റെ ഭാഗമാണെന്നും കേരള പോലീസിലെ CI ആണെന്നും ഇദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പോലീസ് നിലവിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇന്നലെ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നതുവരെ നമ്മളോട് പറഞ്ഞത്. ഏകദേശം ഒരു ദിവസം പിന്നിട്ടിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ വേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, നിയമം നടപ്പിലാക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. എന്തായാലും വിനോദ് കുമാർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടി നല്ലപോലെ കിട്ടിയെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. മതിലിനോട് ചേർത്ത് വെച്ചിടിക്കുകയായിരുന്നു ഈ വിനോദിനെ അനൂപ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ് കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരും. ഇപ്പോൾ നമ്മൾ അനൂപിനെയും ഒന്ന് ശ്രമിക്കണം. വിനോദ് റെഡിയാണ്. വിനോദേ, നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പോൾ വിനോദേ? ഗുഡ് മോർണിംഗ് വിനോദേ, എങ്ങനെയുണ്ട് ഇപ്പോൾ? വേദനയുണ്ടോ? ഗുഡ് മോർണിംഗ് സാർ. വേദനയുണ്ട്. വേദനയ്ക്ക് കുറവൊന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് വീണ്ടും ഈ താഴോട്ട് ഈ പല്ലിന്റെ ഭാഗത്ത്, കാരണം എനിക്ക് അടുത്ത മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ എനിക്ക് ഇവിടത്തേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്, ഡെന്റൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ബാക്കിയാത്തുള്ള പല്ല് മൊത്തത്തിൽ കൊല്ലുകയും ഭയങ്കരമായ വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ അങ്ങനെ അത്രയും ക്രൂരമായിട്ടാണോ മർദ്ദിച്ചത് ഈ അനൂപ് ചന്ദ്രൻ? വളരെ ക്രൂരമായിട്ടാണ്. വളരെ ക്രൂരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം വന്നു നിന്ന് ഈ ഗ്യാസ് ലൈനിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറസ് വർക്കാണ്. അപ്പൊ അത്രയും സേഫ്റ്റി കൊടുക്കേണ്ട വർക്ക് അദ്ദേഹം വന്നു നിന്ന് ചെയ്യിക്കാൻ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ്.
ആ വ്യക്തി തന്നെ വന്നിട്ട് ആ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ്, ആ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരാൾ വന്ന് പെരുമാറുക എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. അല്ല, മുഖത്തെ ആ പാട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. വിനോദ്, ഈ CI വരുന്നത്, അനൂപ് ചന്ദ്രൻ വരുന്നത് സ്വന്തം കാറിലാണോ അതോ ഓഫീസ് വണ്ടിയിലായിരുന്നോ? സ്വന്തം കാറില്ല, സ്വന്തം കാറിലാണ് വരുന്നത്. അത് ആണെന്ന് പോലും എനിക്കറിയില്ല. വന്നിട്ട് ഇങ്ങനെ ഞാൻ അതായത് അങ്ങോട്ട് പോകാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ളവർ ആ വണ്ടിയിലുണ്ടായിരുന്നോ? അറിയില്ല. ഒരു സ്ത്രീ സൗണ്ട് എന്നെ മർദ്ദിക്കുന്ന സമയത്ത് ആ കാറിന്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്. അയ്യോ ചേട്ടാ അടിക്കല്ലേ എന്ന് പറയുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അതിനകത്ത് സ്ത്രീ ആരും ഉണ്ട് എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണോ ബന്ധുക്കളാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അല്ല, ഈ അടിക്കുന്നത് താങ്കൾ എന്തു പറഞ്ഞപ്പോഴാണ് അടിക്കുന്നത്? അങ്ങോട്ട് അതായത് ഇപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സാറേ, മറു സൈഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സാറിന് ഒന്നുകിൽ ഇതുവഴി പോയി കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് കയറിയിട്ട് സാറിന് വെട്രോഡിലേക്ക് വരാം, അല്ലെങ്കിൽ തിരിച്ച് വന്ന വഴി തിരിച്ച് ഹൈവേയിൽ കയറിയിട്ട് വെട്രോഡിലേക്ക് പോകാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അനൂപ് ചന്ദ്രനെ താങ്കൾക്ക് നേരത്തെ അറിയാമായിരുന്നോ വിനോദ്? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ കക്ഷിയെ. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അയാളപ്പോ പറഞ്ഞു അയാൾക്ക് ഇതിൽ കൂടെ തന്നെ പോണം അല്ലേ? ആ, അയാൾക്ക് അതിലാണ് നീ ആരുടെ അടച്ചിട്ട് ചെയ്യാനെന്നുള്ള രീതിയിലാണ് ചോദിച്ചുകൊണ്ടാണ് പറയാൻ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇത് ആരുടെ പണിയാണ് അവിടെ നടന്നിരുന്നത് വിനോദ്? അത് സിറ്റി ഗ്യാസിന്റെ വർക്കാണ് നടക്കുന്നത്. ഞങ്ങൾ അതിഥി സോളാർ എന്ന് പറയുന്ന കമ്പനിയാണ് ആ വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് ആ റോഡ് ബ്ലോക്ക് ചെയ്താണോ നടത്തുന്നത്? ഇല്ല, എന്നാ ഒരു പാർട്ടായിട്ട് റോഡ് ഫുള്ളായിട്ടല്ല, പാർട്ടായിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ. കാരണം അതിന്റെ നടുക്ക് കൂടിയുള്ള ലൈനാണ്. കാരണം വീടുകളിൽ കണക്ഷൻ കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ. വീടുകളിൽ കണക്ഷൻ കൊടുക്കുന്ന പ്രവർത്തനം അത് അവസാന ദിവസം പഞ്ചായത്തിന്റെ അനുമതി ഉള്ളതല്ലേ? എല്ലാത്തിന്റെ അനുമതിയുണ്ട്, പഞ്ചായത്തിന്റെ അനുമതിയുണ്ട്. ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ റെസിഡൻസിനും ഇന്റിമേഷൻ കൊടുത്തിരുന്നു. മുഴുവൻ ഇവിടുത്തെ ലോക്കൽ ചാനലുകൾക്ക് കൊടുത്തിരുന്നു. ഇവിടുത്തെ ബാക്കിയുള്ള ഗ്രൂപ്പുകളിലെല്ലാം ഇന്റിമേഷൻ കൊടുത്തിരുന്നു. ഓക്കെ, മനസ്സിലായി. അപ്പം അങ്ങനെ ഇയാൾ വരുന്നു, കാറിൽ നിന്ന് ഇറങ്ങുന്നു, എനിക്ക് ഈ വഴി പോകണമെന്ന് പറയുന്നു, അപ്പൊ പറ്റില്ല എന്ന് പറയുന്നു. ആ സമയത്ത് നേരെ പിടിച്ചു നിർത്തി ഇടിക്കുകയായിരുന്നു. തുറന്നിട്ട് ഞാൻ ആരും അറിയാമോ, ഞാൻ പോലീസിന്റെ സർക്കിൾ ഇൻസ്പെക്ടറാണ്, എന്നോട് നീ കൽപ്പിക്കാറായോ എന്നായിരുന്നു ചോദ്യം. അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഡോറ് തുറക്കുന്നത്. ആദ്യത്തെ അടിയാണ് എന്റെ ഇടത്തെ കവളിന് കൈമുറുക്കിടിക്കുകയായിരുന്നു. ഞാൻ താഴെ മദ്യപിച്ചതായിട്ട് തോന്നിയിരുന്നോ വിനോദിന്? മദ്യപിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിരുന്നു. ഓക്കെ. എന്നിട്ട് ഇയാളെ ഇടിച്ചപ്പോ പറഞ്ഞില്ലേ അടിക്കല്ലേന്ന് പറഞ്ഞില്ലേ വിനോദ്? അടിക്കല്ലേന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യവും പൊക്കവും തടിയെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തായിരുന്നല്ലോ അതിനുള്ള അതില്ലായിരുന്നു. പിന്നെ വീണ്ടും ഇടിച്ചു. അടിച്ച അവസാനം ഞാൻ ബോധം കെട്ട് താഴെ വീണിട്ട് എന്റെ മുഖത്ത് ആരോ വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ച് ഞാൻ കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം വാഹനം നേരത്തെ വന്ന വഴിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം വാഹനത്തിന് പുറത്ത് നിന്നിട്ട് അവിടെ വന്നിട്ട് അസഭ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മർദ്ദനം കിട്ടിയതല്ല, മരിച്ച എന്റെ അച്ഛനെയും അമ്മയും ചേർത്തുകൊണ്ടുള്ള ചീത്തവിളിയായിരുന്നു. താങ്കൾ ഇദ്ദേഹത്തിന്റെ ജാതിപ്പേര് വിളിച്ചു എന്നാണല്ലോ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതി. ആദ്യമായിട്ട് കാണുന്ന ആളിന്റെ പേരോ നാളോ മതമോ ജാതിയോ പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ ജാതി? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. എങ്കിലും നല്ല ചികിത്സ നേടൂ. നമുക്ക് എന്തായാലും ഈ വിഷയം നമ്മളും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാളെ ഇടിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതെന്ത് പോലീസാണ് ഈ പോലീസ്? ഇടിയും പോലീസും. എന്തായാലും തീർച്ചയായിട്ടും വിനോദ് നമ്മളും ഉണ്ട്. വിനോദ് വേറെ ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്തായാലും ചികിത്സയൊക്കെ തേടിയിരിക്കുക. മുഖത്തെന്തോ ചെറിയ പൊട്ടലുണ്ടെന്ന് പറയുന്നത് കേട്ടു, അങ്ങനെയുണ്ടോ? എന്റെ ഇടത് കവളിന് പൊട്ടലുണ്ട്. അപ്പൊ അവര് മെഡിക്കൽ കോളേജിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊരു സർജറി ചെയ്യാൻ കഴിയില്ല. അപ്പൊ 15-18 2 3 റെസ്റ്റ് എടുക്കുക, മരുന്ന് കഴിക്കുക, അതേ ഉള്ളൂ മാർഗം. ഓക്കെ. അപ്പൊ എന്തായാലും റെസ്റ്റ് എടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ കേസും കൂട്ടും ആ വഴിക്ക് നടക്കും. അങ്ങനെ ഒരാളെങ്കിലും എങ്ങനെയാണ് വിജിലൻസിന്റെ തലപ്പത്ത് തുടരുക? ഒരാളെ ഇടിച്ചൊക്കെ ഇടുക, അബോധാവസ്ഥയിലാക്കി മാറ്റുക. ഇപ്പോൾ ഇടിയൻ പരമു എന്നൊക്കെ പേരുള്ള വലിയ പോലീസുകാരുണ്ട് അല്ലേ? അതേപോലുള്ള പോലീസുകാരനായിട്ടാണ്. പോലീസും കാലവും ഒക്കെ മാറി വിജിലൻസിന്റെ CA ആണത്രേ. ഇയാൾക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യം? ഈ ഇടിക്കേണ്ട ആവശ്യം എന്താണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പൗരന്റെ മുഖത്ത് ഇടിച്ച് അവിടെ കവിളലിൽ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ സമാധാനമായല്ലോ. എന്തായാലും കേസായിട്ടുണ്ട് എന്നുള്ള കാര്യം വിനയപൂർവ്വം അങ്ങേ അറിയിക്കുന്നു മിസ്റ്റർ അനൂപ്.